ആളുകൾക്ക് മൊത്തം വട്ടായി എന്നാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു നടു റോട്ടിൽ പിന്നെ പായും വിരിച്ചിട്ട് നിസ്കരിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു. എന്ന് വെച്ചാൽ അതിൻ്റെ ഫോട്ടോ ആണ് പിന്നെ ഇതാ ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത്. എന്ന് വെച്ചാൽ വേറെ എവിടെയും സ്ഥലമില്ലാത്ത പോലെയാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് വീടും പിന്നെ കുടിയൊന്നും ഇല്ലയെന്നാണ് തോന്നുന്നത്. കാരണം വെച്ചാൽ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ടല്ലേ ആൾക്കാർ നിസ്കരിക്കാൻ നിൽക്കും. പക്ഷേ ഇവിടെ കാണുന്നത് എന്ന് പറഞ്ഞാൽ നടു റോട്ടിൽ പായും വിരിച്ചിട്ട് നിസ്കരിക്കുന്ന ഈ ഒരു പെണ്ണുങ്ങളെ എന്താണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ ഈ സീനെന്ന് വെച്ചാൽ പണ്ട് ജൂനിയർ മാൻഡ്രേക്കിൽ ജഗതി ചേട്ടൻ പണ്ടേ വിട്ടൊരു സീനാണ്. പണ്ടേ പുള്ളി അത് കാച്ചിയ സീനാണ്. അപ്പോൾ ആ സീന് രണ്ടാമത്തെ തവണ നമുക്ക് ഈ ഒരു ജനറേഷനിൽ ഈ പെണ്ണും പിള്ള റീക്രിയേറ്റ് ചെയ്ത് തന്നു. ഇത് തന്നെ സംഭവം അത് തന്നെ. അപ്പോൾ വല്ല മാനസിക തകരാറുള്ള സ്ത്രീയാണോ എന്ന് അറിയില്ല. എന്തായാലും നടു റോട്ടിൽ നമുക്ക് ഇപ്പോൾ ഒരു പിന്നെ എന്നാ പറയണ്ടേ, നമുക്ക് ഇപ്പോൾ ഒരു നോർമൽ മൈൻഡിൽ ഒരിക്കലും നമുക്ക് നടു റോട്ടിലൊന്നും കിടക്കാനോ എന്നാ പറയണ്ടേ പാ വിരിച്ചിട്ട് ഇങ്ങനെയൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. എന്ത് മതകർമ്മങ്ങളായിക്കോട്ടെ പിന്നെ ഒരു ബോധം വേണ്ടേ. ഒരു ബോധമുള്ളവർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരത്തിക്ക് ബോധമില്ലാത്തതിൻ്റെ ആ ഒരു കാരണം കൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ ചിലപ്പോൾ ജയിലിൽ ഇപ്പം പിന്നെ ശമ്പളമൊക്കെ ഡെയിലി വേജസൊക്കെ കൂട്ടിയുണ്ട് മനഃപൂർവ്വം കേസൊക്കെ ഉണ്ടാക്കിയിട്ട് ജയിലിൽ പോകേണ്ട പരിപാടിയാണോ എന്നറിയില്ല. കേസൊക്കെ ഉണ്ടായിട്ട് പോകേണ്ട പരിപാടിയാണോ അറിയില്ല. എന്താണെന്ന് മനസ്സിലാകുന്നില്ല. എന്നാലും ഇതേപോലെ കാണിക്കുന്ന ഓരോ കോമാളിത്തരങ്ങൾ കാണുമ്പോഴാണ് കേരളത്തിലേക്ക് ആരും വരാത്തത്. കേരളം എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഇപ്പോൾ എല്ലാവരും കളിയാക്കലാണ് കേരളത്തിൻ്റെ ഈ ഓരോരുത്തരുടെ. ഇപ്പോൾ ഓരോ ദിവസവും നമ്മൾ കാണുന്ന ന്യൂസ് മൊത്തം എന്ന് വെച്ചാൽ ഒന്ന് കൊലപാതകം, മറ്റൊന്നെന്ന് വെച്ചാൽ ഒളിച്ചോട്ടം, അങ്ങനെയുള്ളതൊക്കെയാണ് കാണുന്നത്. ഡെയിലി കാണുന്നത് അതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതേപോലത്തെ ഓരോ പിന്നെ മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടുക. സത്യം പറയാലോ, ഈ ഒരു വാഹനങ്ങളൊക്കെ പോകുന്ന ഭാഗത്ത് ഇതേപോലെ നിസ്കരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും പറയാനില്ല. കാരണം വെച്ചാൽ പുള്ളിക്കാരത്തിക്ക് മാനസിക നില തകരാറിലാണെങ്കിൽ അത് ചികിത്സിക്കണം. ഇന്ന് റോഡ്, നാളെ റെയിൽപാളം, ഒന്നും പറയാൻ പറ്റില്ല. റെയിൽപാളത്തിൽ പോയിട്ട് ഇതേപോലെ നിസ്കരിക്കുക എന്നുള്ളത് യാതൊരു കാരണവശാലും അറിയില്ല. കാരണം വെച്ചാൽ അങ്ങനെ ചെയ്യാനും ചാൻസ് ഉണ്ട്. കാരണം ഇത്രയും വണ്ടി പോകുന്നതിൻ്റെ ഇടയ്ക്ക് ട്രാഫിക്കൊക്കെ എന്താ പറയണ്ടേ ബ്ലോക്ക് ആക്കിയിട്ട് ഇതേപോലെ നിസ്കരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്ത് പറയാനാണ്. മൊത്തത്തിൽ പിന്നെ ഇത് കണ്ടിട്ട് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ ഈ പിന്നെ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ അവരുടെ മതപ്രകാരം ഈ നിസ്കാരമൊക്കെ വെച്ചാൽ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഓക്കെ, പക്ഷേ വെച്ചാൽ എവിടെ നിന്നാണ് ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത് എന്നൊന്നും അറിയില്ലെങ്കിൽ ഇതേപോലെയുള്ള ആൾക്കാരെയൊന്നും പുറത്തിറക്കാൻ പാടില്ല.